മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് സുപ്രീം കോടതിയുടെ വിമർശനം. അണക്കെട്ടിലെ സുരക്ഷയ്ക്ക് പോലീസ് ഉള്ളപ്പോൾ കേന്ദ്രസേനയുടെ ആവശ്യം എന്തിനെന്ന് സുപ്രീം കോടതി ചോദിച്ചു. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന തമിഴ്നാടിന്റെ വാദം കേൾക്കുകയായിരുന്നു കോടതി. അതേസമയം അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് കേരളം കോടതിയെ അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഭീകരരുടെ ഭീഷണിയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് തമിഴ്നാട് കോടതിയിൽ സമർപ്പിച്ചതിനു പിന്നാലെയാണ് അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ വാദം കേട്ട കോടതി തമിഴ്നാടിന്റെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പോലീസ് സംരക്ഷണമുള്ളപ്പോൾ CISFന്റെ ആവശ്യം എന്തിനെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് HL ദത്തു അധ്യക്ഷനായ ബെഞ്ചാണ് ഇക്കാര്യം ഉന്നയിച്ചത്. കേസ് 4 ആഴ്ചത്തേക്ക് മാറ്റി. അതേസമയം ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയ കേസിൽ തമിഴ്നാട് ഹർജി നൽകുന്നത് കേസ് നീട്ടാനുള്ള തന്ത്രമാണെന്ന് കേരളം അറിയിച്ചു. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി തേക്കടിയിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും അസിസ്റ്റന്റ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ സുരക്ഷയ്ക്കായി മേൽനോട്ടം ഏൽപ്പിക്കണമെന്നും കേരളം കോടതിയിൽ വ്യക്തമാക്കി. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന തമിഴ്നാട് ആവശ്യം കേന്ദ്രം നേരത്തെ തള്ളിയിരുന്നു. കേരളത്തിന്റെ അനുമതിയില്ലാതെ CISFനെ മുല്ലപ്പെരിയാറിൽ നിയോഗിക്കാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ വേണമെന്ന ആവശ്യം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അറിയിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനവും നരേന്ദ്രമോദിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി കൈമാറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. യാക്കൂബ് മേമന്റെ വധശിക്ഷയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് സഹോദരന് മുംബൈ സ്ഫോടനത്തിലെ മുഖ്യപ്രതിയുമായ ടൈഗർ മേമന്റെ ഭീഷണി. അമ്മയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ടൈഗർ മേമൻ യാക്കൂബിനെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞത്. അതേസമയം യാക്കൂബിന്റെ വധശിക്ഷ ശരിവെച്ച സുപ്രീം കോടതി ജഡ്ജി ദീപക് മിശ്രയെ വധിക്കുമെന്ന് കാട്ടി ഭീഷണിക്കത്തും ലഭിച്ചു. യാക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പാക്കിയ ജൂലൈ 30 പുലർച്ചെ 5:45 ടൈഗർ മേമൻ മുംബൈയിലെ വസതിയിലേക്ക് ഫോൺ വിളിച്ചത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണം പോലീസ് ചോർത്തി. പോലീസിന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് ഫോണിൽ ടൈഗർ മേമനോട് ആദ്യം സംസാരിച്ചത്. പിന്നീട് ഫോൺ അമ്മയ്ക്ക് കൈമാറാൻ ടൈഗർ മേമൻ ആവശ്യപ്പെട്ടു. മേമന്റെ അമ്മ ഹനീഫ് മേമൻ ആദ്യം സംസാരിക്കാൻ മടിച്ചെങ്കിലും പിന്നീട് സംഭാഷണം ആരംഭിച്ചു. ഹിന്ദിയിലായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം. യാക്കൂബിന്റെ വധശിക്ഷയ്ക്ക് പ്രതികാരം ചെയ്യുമെന്നാണ് ടൈഗർ മേമൻ സംഭാഷണത്തിൽ ഉടനീളം ആവർത്തിക്കുന്നത്. ആദ്യത്തെ സംഭവത്തോടെ യാക്കൂബിനെ നഷ്ടപ്പെട്ടെന്നും ആക്രമം വേണ്ട എന്നും അമ്മ ഫോണിൽ പറയുന്നു. പിന്നീട് ഫോൺ കൈമാറിയ മറ്റൊരാളോട് കുടുംബത്തിന്റെ കണ്ണീർ വെറുതെയാകില്ലെന്നും മേമൻ പറയുന്നു. സംഭാഷണം പോലീസ് റെക്കോർഡ് ചെയ്യുകയും വിവരങ്ങൾ ഇന്റലിജൻസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് വഴിയാണ് ഫോൺ ചെയ്തതെങ്കിലും പ്രത്യേക സംവിധാനം ഉപയോഗിച്ചിരുന്നതിനാൽ IP അഡ്രസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മുംബൈയിലും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം യാക്കൂബ് മേമന്റെ വധശിക്ഷ ശരിവെച്ച സുപ്രീം കോടതി ജഡ്ജ് ദീപക് മിശ്രയെ വധിക്കുമെന്ന് കാണിച്ച് മിശ്രയുടെ വസതിയിൽ ഭീഷണിക്കത്ത് ലഭിച്ചു. ഭീഷണിക്കത്തിനെ കുറിച്ച് ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുംബൈ സ്ഫോടന കേസിലെ പ്രതിയായ യേദ യാക്കൂബ് ഖാൻ പാകിസ്ഥാനിൽ മരിച്ചതായി സ്ഥിരീകരണം. ദാവൂദ് ഇബ്രാഹിമിന്റെ വിശ്വസ്തനായ യേദ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് മരിച്ചതെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ വെളിപ്പെടുത്തി. മുംബൈ സ്ഫോടനത്തിൽ മുഖ്യ പങ്കുള്ള യേദയും സഹോദരനുമായിരുന്നു സ്ഫോടനത്തിന് വേണ്ട RDX ശേഖരിച്ചത്. 1993 മുംബൈ സ്ഫോടന കേസിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ കണ്ണികളിലൊരാളായ യാക്കൂബ് ഖാൻ ഏലിയാസ് യേദ യാക്കൂബ് എന്നയാളാണ് പാകിസ്ഥാനിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചതായി സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് മുംബൈ പോലീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കറാച്ചിയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ മാസങ്ങളായി ഇയാൾ ചികിത്സയിലായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയായ യേദയും സഹോദരൻ മജീദും മുംബൈയിലെ വിവിധയിടങ്ങളിലായി നടന്ന സ്ഫോടനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും RDX ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിലും സജീവമായിരുന്നുവെന്ന് മുംബൈ പോലീസ് കമ്മീഷണർ രാകേഷ് മരിയ പറയുന്നു. സ്ഫോടനത്തിന് ശേഷം ദുബായിലേക്ക് കടന്ന യേദ യാക്കൂബ് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ വിശ്വാസമില്ലാത്തതിനാൽ ഇയാൾ പിന്നീട് നിലപാട് മാറ്റി. 2011 പാകിസ്ഥാനിലേക്ക് കടന്ന ഇയാളെക്കുറിച്ച് പിന്നീട് ഇന്റലിജൻസ് ഏജൻസികൾക്കും കൃത്യമായ ധാരണയില്ലായിരുന്നു. യാക്കൂബ് മേമന്റെ വധശിക്ഷയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യേദ യാക്കൂബിന്റെ മരണവാർത്തയും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്. പാകിസ്ഥാൻ തുടർച്ചയായ 3-ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നു. പൂഞ്ച് മേഖലയിലെ സൗജീനിലാണ് രാവിലെ 3:30 പാക് സൈന്യം വെടിയുതിർത്തത്. ഇന്ത്യൻ പോസ്റ്റുകൾക്കും ജനവാസ മേഖലകൾക്കും നേരെയായിരുന്നു പാക് റേഞ്ചേഴ്സ് വെടിവെപ്പ് നടത്തിയത്. ആക്രമണം ശക്തമായതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. അതേസമയം ഇന്ത്യൻ ഔട്ട്പോസ്റ്റുകൾക്ക് നേരെയുള്ള പാക് വെടിവെപ്പിൽ 2 സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു.
ലളിത് മോദി വിവാദത്തിൽ സുഷമ സ്വരാജിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. പാർലമെന്റിൽ സുഷമ നാടകീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സോണിയ പറഞ്ഞു. ലളിത് മോദിയിൽ നിന്നും സുഷമയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും മോഷ്ടാവിനെ പോലെയാണ് സുഷമ പെരുമാറിയതെന്നും രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു സോണിയാഗാന്ധിയുടെ വിമർശനം. സുഷമ സ്വരാജ് നാടകം കളിക്കുന്നതിൽ മിടുക്കിയാണെന്നും ലോക്സഭയിൽ സുഷമ പ്രസ്താവന നാടകം കളിക്കുകയായിരുന്നുവെന്നും സോണിയാഗാന്ധി പരിഹസിച്ചു. രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുഷമ സ്വരാജിനെതിരെ ആഞ്ഞടിച്ചത്. കള്ളത്തരമോ കൊള്ളയോ നടക്കുമ്പോൾ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകും. ലളിത് മോഡി വിഷയത്തിലും ഇത്തരം ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. സുഷമ സ്വരാജിന്റെ കുടുംബം ലളിത് മോഡിയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ലളിത് മോഡിയെ രക്ഷപ്പെടുത്താൻ എത്ര പണം ലഭിച്ചിട്ടുണ്ടെന്ന് സുഷമ സ്വരാജ് വെളിപ്പെടുത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. She should tell the country exactly how much money Lalit Modi ji has paid her family to keep himself out of jail. സോണിയാഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി രംഗത്തെത്തി. ജനപ്രതിനിധിയുടെ പ്രസ്താവനയെ നാടകമെന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള അനാദരവാണെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. അതേസമയം ലോക്സഭയിൽ നിന്നും കോൺഗ്രസ് എംപിമാരെ പുറത്താക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇന്നും ഉയർത്തിയത്. കോൺഗ്രസും CPIM, CPI ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും പാർലമെന്റിന് പുറത്ത് ധർണ നടത്തി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്ലക്കാർഡുകളുമായി സഭയിൽ വന്നവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. If you go through the past history, there are photographs of people who are now holding ministers and positions of, presiding over the houses, who actually have been in the well holding placards in the past. എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നും സ്തംഭിച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വിജിലൻസിന്റെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ക്രിമിനൽ നടപടിക്രമം പാലിക്കാതെയാണ് വിജിലൻസിന്റെ പ്രവർത്തനമെന്ന് കോടതി. കടലുണ്ടി സ്കൂളിലെ ഫർണിച്ചർ അഴിമതി കേസിലാണ് ജസ്റ്റിസ് ഉബൈദ് വിജിലൻസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വിജിലൻസിന്റെ കേസ് നടത്തിപ്പും അന്വേഷണവും തന്നിഷ്ടപ്രകാരമാണെന്ന് കോടതി വിമർശിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല, നടപടിക്രമങ്ങൾ സ്വയം തീരുമാനിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കേസ് നടത്തിപ്പ് എങ്ങനെ എന്നത് സംബന്ധിച്ച് പോലീസുകാർക്ക് നിർദ്ദേശം നൽകാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, തൽക്കാലം ഇതിൽ നിർത്തുന്നുവെന്നും ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞു. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചാലിയം സ്കൂളിൽ ഫർണിച്ചർ വാങ്ങിയതിലെ അഴിമതി സംബന്ധിച്ച കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. കേസിൽ പ്രതികളായിരുന്ന പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ് എന്നിവരെ വിട്ടയച്ചുകൊണ്ടാണ് കോടതി വിജിലൻസിനെതിരെ നിരീക്ഷണങ്ങൾ നടത്തിയത്. കേസ് നടത്തിപ്പിൽ ഇത്തരം പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും ജസ്റ്റിസ് ഉബൈദ് വിജിലൻസിന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർക്കോഴ കേസിൽ വിജിലൻസ് റിപ്പോർട്ട് തള്ളണമെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് LDF വിജിലൻസ് കോടതിയിൽ ഹർജി നൽകി. ഇക്കാര്യം ആവശ്യപ്പെട്ട് BJPയും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെ 1/2 ഡസനോളം ഹർജികളും കോടതിയിലെത്തി. ഹർജികളിൽ ഈ മാസം 22-ന് കോടതി വാദം കേൾക്കും. ബാർക്കോഴ കേസിൽ മാണിയെ കുറ്റവിമുക്തനാക്കുന്ന വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് LDF കൺവീനർ വൈക്കം വിശ്വൻ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. BJPക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി എഴുത്തുകാരിയായ സാറാ ജോസഫും ഉൾപ്പെടെ 1/2 ഡസനോളം ഹർജികൾ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തി. വിജിലൻസ് അന്വേഷണം അപൂർണമാണെന്ന് LDFന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നത്. KM മാണിക്ക് കൈമാറാൻ പണവുമായി 3 തവണ പാലായിലെ വീട്ടിൽ ബാറുടമകൾ പോയതായി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് ഇലക്ട്രോണിക് തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പണം കൈമാറിയതിനു മാത്രം തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നാണ് വിജിലൻസിന്റെ നിലപാട്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അന്വേഷണം നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാണിയെ കുറ്റവിമുക്തനാക്കി പലതവണ പരസ്യ പ്രസ്താവന നടത്തിയതും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പരാതിക്കാരനായ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രധാന സാക്ഷി ബിജു രമേശും കേസ് അവസാനിപ്പിക്കുന്ന വിജിലൻസ് റിപ്പോർട്ടിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഹർജികൾ ഈ മാസം 22-ന് കോടതി പരിഗണിക്കും. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം. ഉടുമ്പൻചോലയിലെ ഏലമലക്കാടുകൾക്ക് പട്ടയം നൽകാൻ സർക്കാർ ഉത്തരവ്. റവന്യൂ വകുപ്പാണ് ഉത്തരവ് നൽകിയത്. കൃഷിഭൂമിക്ക് പട്ടയം നൽകാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിന്റെ മറവിലാണ് ഈ ഉത്തരവ്. കൃഷിഭൂമിക്ക് പട്ടയം നൽകാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിന്റെ മറവിലാണ് നീക്കം. 100 ഏക്കർ ഭൂമി ഇതോടെ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്കെത്തും. റവന്യൂ വകുപ്പിന്റെ നീക്കം ക്വാറി മാഫിയകളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. ഉടുമ്പൻചോലയിൽ പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള നിരവധി കർഷകരുമുണ്ട്. കർഷകർക്ക് പട്ടയം നൽകാൻ കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയ പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉടുമ്പൻചോലയിൽ കർഷകരെക്കാൾ ഏറെയുള്ളത് ക്വാറി മാഫിയകളാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തരിശുഭൂമിക്കും പട്ടയം നൽകാൻ ഉത്തരവുള്ള സാഹചര്യത്തിൽ ക്വാറി മാഫിയകൾക്ക് ഇവിടെ ഹെക്ടർ കണക്കിന് ഭൂമി ലഭിക്കാനുള്ള സാധ്യതയാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മന്ത്രി അടൂർ പ്രകാശിനെതിരെ ടി.എൻ. പ്രതാപൻ MLA-യുടെ മറുപടി. നിയമം പാലിക്കാൻ അഭിഭാഷകർ ആവണമെന്നില്ലെന്നും ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമില്ലെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. കണ്ണീരിന്റെ വില അറിയാത്തതുകൊണ്ടാണ് തീരദേശവാസികൾക്ക് പട്ടയം നൽകാത്തതെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. എല്ലാവരും നിയമം പഠിക്കാൻ നല്ലതാണ്. എല്ലാവരും നിയമം പഠിക്കണം എന്നതിന് വക്കീലന്മാര് അഭിഭാഷകരാവണമെന്നില്ല. നിയമം പഠിക്കുന്നതിന് പൂർണ്ണമായും ഇംഗ്ലീഷിന് വലിയ പാണ്ഡിത്യവും വേണമെന്നില്ല. തീരപ്രദേശത്തെ പാവപ്പെട്ട പരമ്പരാഗതമായി 4 തലമുറയായി ജീവിക്കുന്ന ദരിദ്ര നാരായണന്മാരുടെയും കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഉപ്പ് തിരിച്ചറിയാത്തവർ ആയിരിക്കും. മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും ആഭ്യന്തര മന്ത്രിയെയും ഉൾപ്പെടെയുള്ളവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ദയവ് ചെയ്ത് തലമറന്നെണ്ണ തേക്കരുത്, ഞാൻ ഉൾപ്പെടെയുള്ള ആരും എന്നാണ് എനിക്ക് വിനയത്തോടുകൂടെ. സർക്കാരിനെ കുറ്റപ്പെടുത്തി RSPയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ പ്രതിരോധിക്കാനാവുന്നില്ലെന്നും മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ദൂരീകരിക്കാൻ ആത്മാർത്ഥ ശ്രമമില്ലെന്നും RSPയുടെ വിമർശനം. രാഷ്ട്രീയ ധാർമ്മികതയും സുതാര്യതയും ബോധ്യപ്പെടുത്താൻ ഭരണയന്ത്രം മാറണമെന്നും RSP പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലെത്തുന്നില്ല. പകരം ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യമാണ്. അഴിമതിയും സ്വജനപക്ഷപാതത്തിന്റെയും പേരിൽ ഉയർന്ന ആരോപണങ്ങളിൽ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന ആരോപണങ്ങളിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. സുതാര്യതയും ധാർമ്മികതയും ജനങ്ങൾക്ക് സംശയമില്ലാത്ത തരത്തിൽ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ഭരണയന്ത്രം മാറണമെന്നും രാഷ്ട്രീയ കരട് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. UDF സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മറ്റ് ഘടകകക്ഷികളെപ്പോലെ കോൺഗ്രസ് നിലപാടിനെ പിന്തുണയ്ക്കുന്നതായിരുന്നില്ല RSP സ്വീകരിച്ച നിലപാട്. അന്വേഷണം നടത്തി മന്ത്രിമാർ അഗ്നിശുദ്ധി വരുത്തണമെന്നാണ് RSP ആവശ്യപ്പെട്ടത്. CPM-ഉം CPI-യും കോൺഗ്രസുമായി അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ കരട് പ്രമേയത്തിൽ RSP കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസിനെതിരെ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടിലും വിമർശനമുണ്ട്. അതേസമയം വർഗീയ ശക്തികളെ ചെറുക്കാൻ ദേശീയതലത്തിൽ കോൺഗ്രസ് ഇടത് സഹകരണമുണ്ടാകണമെന്ന് RSP ദേശീയ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ ആവശ്യപ്പെട്ടു. CPI-യും മറ്റ് ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനം, ജനാധിപത്യ സംവിധാനം, വർഗീയതയ്ക്കെതിരായി ഒരു സംവിധാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ് RSP സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭ്യർത്ഥന. രാഷ്ട്രീയ സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSPക്ക് കോടിയേരിയുടെ മറുപടി. സ്വയം ഇല്ലാതാകുന്നതിന് RSP CPI-നെ പഴിച്ചിട്ട് കാര്യമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. RSP ചെയ്ത തെറ്റ് അണികൾ തിരുത്തുമെന്നും കോടിയേരി ദില്ലിയിൽ പറഞ്ഞു. RSP സ്വയം ഇല്ലാതാകുന്നതിന് വേറെയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ സ്വയം നന്നാകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനിയെങ്കിലും അവർ തെറ്റ് തിരുത്തണം. താൽക്കാലിക ലാഭത്തിനു വേണ്ടി RSSനെ പ്രീണിപ്പിക്കുന്നവർ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഏജന്റുമാരെ ഉപയോഗിച്ച് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന RSSന് നിരാശപ്പെടേണ്ടി വരുമെന്നും പിണറായി പറഞ്ഞു. കേരളം ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ണാണെന്നും കേരളത്തിലെ ജനങ്ങൾ വർഗീയതയെ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ലെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി RSSനെ പീഡിപ്പിക്കാൻ പുറപ്പെടുന്നവര് നല്ലതുപോലെ ചിന്തിക്കണം. RSSനുള്ള നിരാശയുണ്ടാവും, അത് സ്വാഭാവികമാണ്. ആ നിരാശ വെറുതെ ഉണ്ടാകുന്നില്ല. ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഈ കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ. പക്ഷേ നിരാശയാണ്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പുതിയ ഉൽപ്പന്നവുമായി ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലെ അന്താരാഷ്ട്ര ബ്രാൻഡായ ഓൺമി. പുതിയ പ്രോഡക്റ്റായ ഫുഡ് വേസ്റ്റ് ഡിസ്പോസറിന്റെ ലോഞ്ചിംഗ് മന്ത്രി MK മുനീർ കോഴിക്കോട്ട് നിർവഹിച്ചു. കിച്ചൺ സിങ്കിന്റെ അടിഭാഗത്ത് ഘടിപ്പിക്കാവുന്ന ഈ ഉൽപ്പന്നം ഭക്ഷണ മാലിന്യങ്ങൾ അനായാസം അരിച്ചെടുത്ത് കിച്ചൺ ഡ്രെയിനിലൂടെ സെപ്റ്റിക് ടാങ്കിലേക്കോ മറ്റ് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലേക്കോ ഒഴുക്കിവിടുന്നു. ആധുനിക അടുക്കളയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഉൽപ്പന്നമാണ് ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ എന്ന് ഓൺമി ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ പറഞ്ഞു. പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രവാസി സംഗമത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. P. വിജയൻ IPS, MS ഫൈസൽ ഖാൻ, തോമസ് ഫിലിപ്പ് ഡെൽറ്റ, അശ്വതി നായർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. IPL വാതുവെപ്പ് കേസിൽ ഉൾപ്പെട്ട താരങ്ങളുടെ പേരുകൾ ലോധ കമ്മിറ്റിക്ക് നൽകണമെന്ന ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ലോധ കമ്മിറ്റി നേരിട്ട് ആവശ്യപ്പെട്ടാൽ അപ്പോൾ പരിഗണിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.